ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വ്ലോഗ് കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ മീഷോന്ന് 2 പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ അത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഭയങ്കര ഡാമേജ് ആയിട്ടാണല്ലോ. ഇതൊക്കെ ഇതിൽ ലോറിയിൽ ഇട്ടിട്ടുണ്ടാ അല്ലേ? പരിക്കണ്ടിട്ടേ കേറിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ കാലമായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടവരത് അടിപൊളിയായിരുന്നു കേട്ടോ. അതാ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ അതൊരു ചങ്ങല പുറത്ത് കണ്ടിട്ടോ. എന്തൊക്കെയാവോ എന്തോ. ആദ്യം ഞാൻ കരുതി ഇത് കണക്ട് ചെയ്യണതാവുന്നു, പിന്നെ മനസ്സിലായി അല്ല, സംഭവം ഇത് പൊട്ടിക്കണമെന്ന് മനസ്സിലായിട്ടോ. പിന്നെ നമ്മളത് സിബൊന്നും ഓപ്പൺ ആക്കി നോക്കാനായിട്ട് തുനിഞ്ഞില്ല. അത് അതേപോലെ അവിടെ വെച്ച് നമ്മളെന്താ ഏറെ പ്രതീക്ഷയോടെ മേടിച്ചത് ഇങ്ങനെ ആയപ്പോൾ ചെറിയൊരു സങ്കടം കേട്ടോ. നമുക്ക് മീഷോന്ന് ഇതുവരെ ആയിട്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അത് ബാഗ് ഒരു സൈഡൊക്കെ ഇങ്ങനെ ചപ്പിങ്ങാണ്ട് അങ്ങനെയും ഡാമേജ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ബാഗ് കേട്ടോ. അത് ഉമ്മാക്ക് ഓർഡർ ആക്കിയിരുന്നുണ്ടോ. ഉമ്മ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഉമ്മാക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നമ്മളിവിടേക്ക് തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ ആക്കിയതുകൊണ്ട് നമ്മളിവിടേക്കാണ് വന്നത്. അഡ്രസ്സൊന്നും മാറ്റി കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കാം, ഇത് എങ്ങനെയുണ്ട് നോക്കട്ടോ. ഇതും ഒരു ബാഗ് തന്നെയാണ്. ഇത് നമുക്ക് ആ സലഫി മഫ്തയുടെ ഉള്ളിൽ ഒതുങ്ങണ ഒരു അങ്ങനെയുള്ളൊരു ചെറിയ ബാഗാണ് കേട്ടോ. ഒരു മൊബൈൽ, പൈസ അങ്ങനെയൊക്കെ ഉൾക്കൊള്ളണ ഒരു 3 അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പേഴ്സ്. ഓപ്പൺ ആക്കി ഇങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പോഞ്ചൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുന്നത് ഫുള്ള് തുറന്ന് കിടക്കണ മാതിരി കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മമാരിൽ അഥവാ ഇങ്ങനെയൊക്കെ ഓപ്പൺ ആക്കി എടുക്കുന്ന സമയത്ത് പൈസയൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. ഈ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ ബാഗിൻ്റെ ഈ കോർണർ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് കേട്ടോ. ഞാനിപ്പോൾ തൊട്ട ഭാഗം കേട്ടോ. അപ്പോൾ ഇതും റിട്ടേൺ ഉള്ള ബാഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ അപ്പടി റിട്ടേൺ അയക്കുകയാണ്. അപ്പോൾ ഇത് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രൊഡക്റ്റൊക്കെ ഒരു പിറ്റേ ദിവസം തന്നെ വന്നതാണ് ഒരു സൈഡിൽ കേട്ടോ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മളെ പൈസ ഒക്കെ എന്തായാലും പോകും കേട്ടോ. ചില്ലറായാലും പോകും, നോട്ടായാലും പോകും. മൊബൈൽ മാത്രം സംരക്ഷണയിൽ അവിടെ ബാഗിലിരിക്കും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് വലിയ ഉപകാരം നമുക്കില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് കരുതി ഇതും നമ്മൾ റിട്ടേൺ അയക്കാമെന്ന് കരുതി. മീഷോന്ന് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത്. അങ്ങനെ മീഷോന്ന് നമുക്ക് ഓർഡർ ആക്കിയിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറ്റിയിട്ടുണ്ട്. നമ്മളൊരു 2 ടോപ്പ് ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറേ മുന്നേയാണ് മിന്നൂസിനും ഉള്ളൊരു ഫ്രണ്ടിനും വേണ്ടി ഓർഡർ ആക്കിയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. 2 ടോപ്പ് ഓർഡർ ആക്കിയിട്ട് ഒരൊറ്റ ടോപ്പ് മാത്രം വന്നിട്ടോ. അന്ന് നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയൊരു ഇതാക്കി എടുത്തില്ല കേട്ടോ. ഇപ്പം നമുക്ക് സംഭവം റിട്ടേൺ അടിച്ചാണുള്ളതും സംഭവങ്ങളൊക്കെ അറിയാം. അന്ന് അത് അറിഞ്ഞിരുന്നില്ല കേട്ടോ. അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഡാമേജ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളൊരു സംഭവം ഞങ്ങളെന്ന് പറഞ്ഞാൽ അതുപോലെ റിട്ടേൺ അടിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഇല്ല. അടിച്ചിട്ടുണ്ട് ഒരു സംഭവം. അത് പ്രൊഡക്റ്റ് മാറിയിട്ടാണ് നമുക്ക് കിട്ടിയത്. അതായത് നമ്മൾ ഓർഡർ ചെയ്ത സംഭവം നമുക്ക് കിട്ടിയിട്ട് ഡാമേജ് ആയിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഈരൊക്കെ എടുക്കണ തലയത്തെ ഇരുമ്പേനൊക്കെ എടുക്കണ ഒരു ചെറുപ്പുണ്ടല്ലോ, അത് ഒന്ന് മാറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഇതുവരെ ആയിട്ട് മീഷോന്നൊരു പ്രൊഡക്റ്റും അങ്ങനെ ഡാമേജ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ അടിച്ചോ പിറ്റേ ദിവസം തന്നെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് പോവുകയും ചെയ്തു കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും കിട്ടരുത് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ അത്രയും പ്രതീക്ഷയോടെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് ഡാമേജ് ആയി കിട്ടുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാവില്ലേ. കാരണം ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഞാൻ വിഷ് ലിസ്റ്റിലിട്ടായിരുന്നു. എൻ്റെ ബാഗ് പിന്നെ പൊതുവെ കാഴ്ചക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഉള്ളിൽ തുറന്നാൽ ഉള്ളു പ്രശ്നമൊന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതാക്കി വീണ്ടും ഞാൻ ആ ഒരു ബാഗ് തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത് വന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാം. അതും ഇങ്ങനെ ആവുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ നമ്മളെ ആ ഒരു ബാഗിനോട്ടുള്ള ഇതങ്ങോട്ട് മാറ്റാമെന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതാ നിങ്ങൾക്ക് ഇതുപോലെ മീഷോന്ന് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.